ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂമിൻ്റെ അകത്ത് വയറിങ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൈപ്പുകളാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സ്വിച്ച് ബോർഡുകൾ എങ്ങനെയൊക്കെയാണ്, എവിടെയാണ് പൊസിഷൻ, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10-12 റൂമാണ് വരുന്നത്. അത് അത്രയും വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന റൂമാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സർക്യൂട്ടും കാര്യങ്ങളും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് മെയിനായിട്ട് ഡി ബിയിൽ നിന്ന് നമുക്ക് വരേണ്ട പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ പൈപ്പ് ഇതിലൂടെയാണ് നമ്മൾ വരുന്നത്. നേരെ നമ്മൾ ഡി ബിയിൽ നിന്നാണ് വരുന്നത്. ഈ പറയുന്നത് 25 mm പൈപ്പാണ്. 1 ഇഞ്ച് പൈപ്പാണ് നേരെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കാണ് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എ സി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബെഡ് സ്വിച്ചിലാണ് എ സിയുടെ കൺട്രോളിങ് വരുന്നത്. അപ്പം മെയിൻ സർക്യൂട്ട് കാര്യങ്ങൾ വരേണ്ടത് നമ്മുടെ ബെഡ് സ്വിച്ചിലാണ്. അപ്പം ബെഡ് സ്വിച്ചിലേക്ക് നമ്മൾ ഈ പറഞ്ഞ 1 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റായിട്ട് നമ്മൾ ഡി ബിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള ബാക്കിയുള്ള പൈപ്പുകളും കൂടി നമുക്ക് ജസ്റ്റ് കാണാം. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബെഡ് സ്വിച്ച് എന്ന് പറയുന്നത് കട്ടിലിൻ്റെ സൈഡിൽ 6 അടി വരുന്ന കട്ടിലിൻ്റെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 75 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് വരുന്നത് നേരെ ഒരു പൈപ്പ് കൂടി എക്സ്ട്രാ നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നത്. ഇവിടെയാണ് 2 2 വേ സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നത്. 2 2 വേ സ്വിച്ച്, പിന്നെ എക്സ്ട്രാ ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ്, പിന്നെ ബാത്റൂമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ആ ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് ലൈറ്റും പോയിൻ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 8 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ ബോക്സിൽ നിന്നും ബെഡ് സ്വിച്ചിൽ നിന്നും ഈ ബോക്സിലേക്ക് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സീലിങ്ങിൽ വരുന്ന ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുന്നതുകൊണ്ട് അതേ ബോക്സിൽ നിന്ന് എൻട്രൻസിൻ്റെ ബോക്സിൽ നിന്ന് നേരെ നമ്മളൊരു ബോക്സ് അവിടെ ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് വരുന്ന ബോക്സും കൂടി കണക്ട് ചെയ്ത് നേരെ നമ്മൾ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മോഡ്യൂളിൻ്റെയും 3 മോഡ്യൂളിൻ്റെയാണ് നമ്മൾ ബെഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 6 അടി കട്ടിൽ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് 8 മോഡ്യൂളിൻ്റെ 3 മോഡ്യൂളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന 2 വേ സ്വിച്ച്, റെഗുലേറ്റർ, മാസ്റ്റർ സ്വിച്ച്, എ സിയുടെ സ്വിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്ലഗ് സ്വിച്ച് കൂടി വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സിയുടെ ഔട്ട് നമുക്ക് കൊണ്ടുപോകണം. എ സിയുടെ ഔട്ട് നേരെ അവിടെ നിന്നൊരു പൈപ്പ് കൊണ്ടുവന്ന് ഈ പൈപ്പ് പോകുന്ന വഴിയിൽ തന്നെ നമുക്കൊരു ലൈറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മളൊരു പൈപ്പ് കൊണ്ടുവന്ന് അവിടെ ലൈറ്റ് പോയിൻറ്റിന് വേണ്ടിയിട്ട് ഒരു 4 ബോക്സ് വെച്ചു. അതിൽ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് തുളച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് എ സിയുടെ പോയിൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എ സിയുടെ പോയിൻറ്റ് അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കണ്ടോ, നമ്മൾ എ സി വെക്കുന്നത് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ ജനലിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ എ സി വയ്ക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് സൈഡുമെയാണ് നമ്മൾ തുളച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എ സി വെക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കണക്ഷൻ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് തുളച്ചിരിക്കും. ബോക്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ വെക്കേണ്ട കാര്യമില്ല, കാരണം പുറത്തുനിന്നാണ് കണക്ഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് സ്വിച്ച്, എൻട്രൻസ് സ്വിച്ച്, അതുപോലെ തന്നെ ഇനി എക്സ്ട്രാ പ്ലഗ് കൊടുക്കുന്ന അവിടേക്ക് കൊടുക്കാം. പിന്നെ വരുന്ന ലൈറ്റ് പോയിൻറ്റുകൾ, പുറത്തെ ലൈറ്റ് പോയിൻറ്റുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് റൂമുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ മെയിൻ ഡി ബിയിൽ നിന്നുമാണ് മെയിൻ ആയിട്ട് വരുന്ന ബോക്സുകൾ, അതുപോലെ തന്നെ പൈപ്പുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം കൊണ്ടുവന്ന് 25 mm പൈപ്പ്, ബാക്കി ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന എല്ലാ പൈപ്പുകളും 20 mm പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ റൂമിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം, ഷെയറും കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.